ഹായ് ഡിയേഴ്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ബലരാമിൻ്റെ വീട്ടിലാണ് കാണിക്കുന്നത്. അനിയത്തി വന്നിട്ട് നന്നായിട്ട് തന്നെ അച്ഛനോടും അമ്മയോടും ദേഷ്യപ്പെടുന്നുണ്ട്. കാരണം അലികയായിട്ട് ഒരിക്കലും തന്നെ നിങ്ങൾക്ക് മത്സരിച്ചാൽ നിങ്ങൾ ജയിക്കില്ല എന്നും നിങ്ങൾ തോറ്റു പോവുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും ബാലുവിനാണെങ്കിലും പെട്ടെന്ന് തന്നെ ശ്വാസം മുട്ടൽ ഇളകുന്നുണ്ട്. അങ്ങനെ ബലരാമനെ വിളിക്കുക കേട്ടോ ചെയ്യുന്നത്. അതിനുശേഷം തന്നെ ആൻറ്റിയും വരുന്നുണ്ട്. അതിനുശേഷം മാസ്കൊക്കെ വെച്ചിട്ട് ഓക്സിജൻ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം തന്നെ ബലരാമൻ ചോദിക്കുന്നുണ്ട്, എന്താ അമ്മ ഈ പ്രശ്നം പറ്റിയതെന്ന് ചോദിക്കുമ്പോൾ നിൻ്റെ അനിയത്തിയോട് തന്നെ ചോദിച്ചു നോക്ക് എന്ന് പറയുന്നു. എന്നിട്ട് അവർ അകത്തേക്ക് പോകുന്നു. അങ്ങനെ ബലരാമനും അനിയത്തിയും കൂടി സംസാരിക്കുന്നുണ്ട്. എന്താ മോളെ, എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുന്നു. ഏട്ടാ, അലികയുമായിട്ട് ഒരിക്കലും നമ്മൾ മത്സരിക്കാൻ പാടില്ല. പിന്നെ ഇപ്പോൾ ഏട്ടൻ എന്തിനാ ഇങ്ങനെയൊക്കെ സ്വഭാവം? എന്ത് നല്ല ഏട്ടനായിരുന്നു എൻ്റേത്. ഏട്ടൻ്റെ ആ നിഷ്കളങ്കതയൊന്നും ഇപ്പോൾ ആ കണ്ണിലില്ല. മാത്രമല്ല ഇപ്പോൾ ദേഷ്യവും വാശിയും മാത്രമേ ഉള്ളൂ ഏട്ടാ. എന്താ ഇങ്ങനെയൊക്കെ? ഏട്ടൻ ആ പഴയ രീതിയിൽ തന്നെ തിരിച്ചു വരണമെന്ന് പറയുന്നു. അതിന് ദുബായിലേക്ക് പോകണമെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ. ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഇവരെല്ലാവരും പറഞ്ഞതനുസരിച്ച് എൻ്റെ ഏട്ടൻ്റെ അവസ്ഥ വളരെ ദയനീയമാകും എന്നൊക്കെ പറയുന്നുണ്ട്. അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ട് പല ആൾക്കാരും കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നത് ശരിയാണോ ഏട്ടാ എന്ന് പറയുന്നു. അങ്ങനെ ബലരാമൻ പറയുന്നുണ്ട്, നമ്മൾ നമ്മുടെ അച്ഛനമ്മയല്ലേ അനുസരിച്ച് വളരേണ്ടത്. അവർ പറയുന്നത് എന്താണോ അത് ഞാൻ തീർച്ചയായും അനുസരിക്കും. മോൾ ഇതിനെക്കുറിച്ച് ഒന്നും തന്നെ പറയണ്ട എന്നൊക്കെ പറയുന്നു. വീണ്ടും അനിയത്തി പറയുന്നുണ്ട്, ഏട്ടനെ ഒരിക്കലും തന്നെ അലികയുമായിട്ട് മത്സരിക്കാൻ നിൽക്കണ്ട എന്ന് പറയുന്നുണ്ട്. അതാണ് നമുക്ക് നല്ലതെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നീട് നമ്മുടെ കൃഷ്ണയും ഫ്രണ്ടിനെയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. കൃഷി പറയുന്നുണ്ട്, എന്തായാലും ബലരാമൻ്റെ പുറകിൽ മറ്റൊരാളുണ്ടെന്നുള്ളത് ഉറപ്പാണ്. ഇത്രയും പെട്ടെന്ന് തന്നെ അത് കണ്ടെത്തണം. അവരാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ രീതിയിലൊക്കെ അവൻ്റെ പെരുമാറ്റവും അതൊരു പ്രവൃത്തിയും അച്ഛനും അമ്മയും കയ്യിലാക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അവർക്ക് ഒരിക്കലും തന്നെ സംശയം ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നു. പിന്നീട് കൃഷ്ണയും കൺമണിയും കാണിക്കുന്നുണ്ട്. കൃഷ്ണ വരുമ്പോൾ കൺമണി പറയുന്നുണ്ട്, സർ എൻ്റെ ഡ്യൂട്ടിയൊക്കെ തീർന്നു, നമുക്ക് ഇനി വീട്ടിലേക്ക് പോകാം എന്ന് പറയുന്നു. അപ്പോഴത്തേനും കൃഷി പറയുന്നുണ്ട്, അതേതായാലും നന്നായി, കൺമണി വീട്ടിലേക്ക് വരുന്നത് വലിയ ആശ്വാസമല്ലേ, ഓഫീസിൽ നിന്ന് വീട്ടിലേക്കല്ലേ പോകുന്നത് എന്നൊക്കെ ചോദിക്കുക കേട്ടോ. പിന്നീട് കൃഷി പോകുമ്പോഴത്തേനും അവിടേക്ക് വിദ്യ വരുന്നു. വിദ്യ ആണെങ്കിലോ കൃഷ്ണ കൺമണിയും സംസാരിക്കുന്നത് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നില്ല. അതിനുശേഷം തന്നെ കൺമണിയോട് പറയുന്നുണ്ട്, എന്താ കൺമണി, ഇപ്പം നീ എന്താ കൃഷിൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട് നിൽക്കുകയാണോ? ഓഫീസിലത്തെ ജോലി മതിയാക്കിയിട്ടാണോ നീ ഇപ്പോൾ വീട്ടിലേക്ക് പോകുന്നത്? അതിൻ്റെ ആവശ്യം എന്താണ് എന്നൊക്കെ ചോദിക്കുക കേട്ടോ. അപ്പോഴത്തേനും പറയുന്നുണ്ട് കൺമണി, ഞാൻ കൃപ മേഡത്തെ നോക്കാൻ വേണ്ടിയിട്ട് പോവുകയാണെന്ന രീതിയിലൊക്കെ പറയുന്നു. അപ്പോൾ കൃപ ഒരു പേര് മാത്രമാണോ? നൈറ്റൊക്കെ നീയും കൃഷ്ണൻ കൂടി എന്ത് ചെയ്യാനാണെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് തന്നെ എന്തായാലും വിദ്യയുടെ കാരണം പോകുകയാട്ടോ ചെയ്യുന്നത് കൺമണി. അങ്ങനെ അടി കിട്ടിയിട്ട് പറയുന്നുണ്ട്. കൺമണി വീണ്ടും പറയുന്നുണ്ട്, ഞാനിത് നിങ്ങൾ കുറച്ച് കാലമായിട്ട് ഓങ്ങി വെച്ചതാണ്, ഇപ്പോൾ പറഞ്ഞതിനുള്ള ശിക്ഷയാണിത്. പക്ഷേ ഇനി ഒരുപാടുണ്ട് തരാനായിട്ട്, പതുക്കെ തരാം, ഇതിൻ്റെ ചൂടാറട്ടെ കേട്ടോ എന്ന് പറയുന്നു. അങ്ങനെ കൺമണി പോകുമ്പോൾ വിദ്യയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. വിദ്യ പറയുന്നുണ്ട്, ഇവളതിനെ തല്ലി, ഇവൾക്കിട്ട് ഞാനൊരു നല്ലൊരു പാര പണിയാം എന്നൊക്കെ ചോദിക്കുന്നു. പിന്നീട് കാണിക്കുന്ന അമ്മായിമാർ ചായ കുടിച്ചിരിക്കുന്ന സമയത്ത് വിദ്യ അതിൽ പോകുന്നു. കരണ്ട് നല്ല അടി കൊട്ടത് തന്നെ നല്ല പാടൊക്കെ വന്നിട്ടുണ്ട് മുഖത്ത്. ഇഷ്ടത്തിൻ്റെ അമ്മായിമ്മ ചോദിക്കുന്നത്, എന്താ മേഡം എന്തൊക്കെ ഇങ്ങനെ പാട് കിട്ടിയിരിക്കുന്നത്? ഇതെന്താ ആരോ തല്ലിയതുപോലെ കേട്ടോ എനിക്ക് തോന്നുന്നതെന്നൊക്കെ പറയുന്നു. ആരും തല്ലിയൊന്നുമില്ല, അവിടെ മുഖത്ത് ഒരു തട്ടിയതാണെന്നൊക്കെ പറയുന്നു. ഓ അത് ശരി. പിന്നെ നിങ്ങളുടെ കൺമണി ചെയ്യുന്നത് ശരിയാണോ? എനിക്ക് അവളോട് ദേഷ്യമൊന്നുമില്ല, പക്ഷേ അവളോട് ഇഷ്ടം കൂടുതൽ പറയുകയാണ്. എന്താ ഇപ്പോൾ കൃഷിൻ്റെ വീട്ടിലാണ് അവൾ താമസം തുടങ്ങാനായിട്ട് പോകുന്നത്, കൃപയെ നോക്കാൻ, അത് ശരിയാണോ എന്നൊക്കെ ചോദിക്കുന്നു കേട്ടോ. അപ്പോഴത്തേനും അമ്മായിമാരെ കൃപക്കുഞ്ഞിനെ നോക്കാൻ വീട്ടിൽ, അതിനെന്താ മേഡം കുഴപ്പം എന്ന് പറയും. അതാ കൃപയെ നോക്കി ഇനി കൃഷിൻ്റെ കൂടെ ജീവിക്കാനുള്ള പരിപാടിയാണെന്നാണ് തോന്നുന്നത് എന്ന് പറയുന്നു. ഞങ്ങളുടെ കൺമണിയെക്കുറിച്ച് അനാവശ്യ കാര്യങ്ങളൊന്നും മേഡം പറയാൻ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അമ്മായിമാരെ കയ്യിൽ നിന്ന് നല്ല വഴക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അവിടെ ഏൽക്കാത്തത് കാരണം വീണ്ടും മാനസയെ വിളിക്കാനായിട്ട് വിദ്യ ശ്രമിക്കുന്നു. ഇങ്ങനെയെങ്കിൽ കൺമണിയെ ഒഴിവാക്കണം അതിന് വേണ്ടിയിട്ട്. അപ്പോൾ മേഡം ഞാനാണ് വിദ്യ. എന്താ വിദ്യ നീ ഇങ്ങനെ വിളിക്കുന്നത്? നീ അങ്ങനെയൊന്നും വിളിക്കാത്ത ആളാണല്ലോ. അല്ല, എനിക്ക് തോന്നുന്നത് നിനക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടാവുമെന്ന് പറയുന്നു. വിദ്യ പറയുന്നുണ്ട്, നമ്മൾ തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടാവും മേഡം എന്ന് കരുതി മേഡത്തിനോട് പറയേണ്ടത് പറയണമല്ലോ. എന്താ വിദ്യ പ്രശ്നം എന്ന് ചോദിക്കേട്ടോ മാനസ. അല്ല, കൃഷ്ണൻ കൺമണിയും ഇനി ഒരേ വീട്ടിലാണ് താമസം എന്നൊക്കെ അറിഞ്ഞു. അവരുടെ പോക്കൊന്നും അത്ര നല്ല ശരിയായിട്ടുള്ള കാര്യമല്ല. മേഡം ഇവിടുന്ന് പോയതിന് ശേഷം തന്നെ കൃഷ്ണൻ കൺമണിയും
വളരെ അടുത്തോടാണ് സംസാരിക്കുന്നതും പെരുമാറുന്നതും. ഇനി ഒരേ വീട്ടിൽ താമസം തുടങ്ങിയാൽ എങ്ങനെയായിരിക്കും എന്ന് ചോദിക്കുന്നതിനപ്പുറമാണെന്നൊക്കെ വിദ്യ മാനസയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ മാനസ ഇതെല്ലാം തന്നെ ചേർത്ത് വെച്ചിട്ട് ആൻറ്റിയമ്മയെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. ആൻറ്റിയമ്മയെ സുഖമാണോ എന്നൊക്കെ ചോദിക്കുന്നത് കഴിഞ്ഞ ശേഷം എന്തിനാണ് കൺമണി അവിടേക്ക് വരുന്നത്, എന്തിനാണ് അവൾ നിൽക്കാനായിട്ട് വരുന്നതെന്ന് പറയുമ്പോൾ ഇവിടെ സുജാതയ്ക്ക് ഒരേ ഒരു നിർബന്ധം കൺമണി അടുത്ത് വേണമെന്ന്. കാരണം കൃപയെ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ രക്ഷിച്ചത് കൺമണിയല്ലേ. അതുകൊണ്ട് തന്നെ അവൾ നല്ല കുട്ടിയാണ്. അവൾ ഇവിടെ കൃപയുടെ അടുത്തുണ്ടായിരുന്നെങ്കിൽ കൃപയുടെ അസുഖവും പെട്ടെന്ന് മാറും, നമുക്കൊരു ധൈര്യമാണ്. എൻ്റെ ആവശ്യം അത് തന്നെയാണെന്നൊക്കെ പറയുന്നു. അപ്പോൾ മനസ്സ് പറയുന്നുണ്ട്, അത് ശരിയാണോ? കൃഷും അതുപോലെ തന്നെ കൺമണി ഒരു സ്ഥലത്തോ? പിന്നെ ഇതിനെന്താ കുഴപ്പം? ഞങ്ങളൊക്കെ നാളെ അമ്പലത്തിൽ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. കൃഷ് ഇവിടെ തന്നെ ഉണ്ടാവും. അതെങ്ങനെയാ? അത് ശരിയല്ല, ഞാൻ അങ്ങോട്ട് വരാമെന്ന് മനസ്സ് പറയുമ്പോൾ എന്തായാലും നീ ഇങ്ങോട്ടൊന്നും വരണ്ട, നിൻ്റെ അവിടുത്തെ വർക്ക് കഴിയട്ടെ, നീ ടെൻഷൻ അടിക്കുന്ന പോലെ ഒന്നും തന്നെ ഉണ്ടാവില്ല, നീ മനസ്സിൽ വിചാരിച്ചതുപോലെ ഒന്നും കൺമണിക്കാകാനും സാധിക്കില്ല എന്നൊക്കെ പറയുന്നു കേട്ടോ. അതിനുശേഷം വീണ്ടും കൃഷ്ണയും കൺമണിയെയും കാണിക്കുന്നു. കൺമണിയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോകാനായിട്ട് നിൽക്കുന്നു. അപ്പോഴത്തേന് വിഷമത്തോടുകൂടി കൃപയെ കാര്യങ്ങളൊക്കെ പറയുന്നു. ഞാൻ കാരണമല്ലേ അവൾക്ക് ഇങ്ങനെയൊക്കെ വന്നത്, അവളെ ഞാൻ കൊണ്ടുവിട്ടുണ്ടായിരുന്നെങ്കിൽ അവൾക്ക് ഇന്ന് ഈ അപകടം സംഭവിക്കില്ലായിരുന്നെന്ന് പറയുന്നു. സർ വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് തോളത്ത് കൈവയ്ക്കുക കേട്ടോ കൺമണി. കാരണം കൃഷി കരയുന്ന കണ്ടപ്പോൾ കൺമണിക്കും അതിയായ സങ്കടം വരുന്നുണ്ട്. ഇതുപോലൊരു ഏട്ടനെ കിട്ടാൻ കൃപ ഭാഗ്യം ചെയ്യണം. ഇത്ര സ്നേഹനിധിയായിട്ടുള്ള ചേട്ടനാണ് സർ എന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നു. ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്.